സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ട്രോളുകൾ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഭവനിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ബിന്ദു കൃഷ്ണ ജയിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇന്ദിരാഭവനിലോട്ട് എത്തിയപ്പം ചെറിയ ഫിലിപ്പുമായിട്ടുണ്ടായ കെട്ടിപ്പിടുത്തവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ ട്രോളും കോമഡിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് ഒരു സ്ത്രീയുടെ ശരീരം, അത് ആരും ആയിക്കോട്ടെ, സ്ത്രീയുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ തൊടുന്നു എന്നുള്ള രീതിയിൽ അതിനെ വിമർശനാത്മകമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം അത് ചെറിയ ഫിലിപ്പ് ചെറിയ ഫിലിപ്പ് ഒരു വെൽക്കം ബോയ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് ശരിക്കും. അപ്പൊ വരുന്ന പുരുഷന്മാരെ ആരെയും അദ്ദേഹം ആലിംഗനം ചെയ്യുന്നതായിട്ട് ദൃശ്യങ്ങളിലൊന്നും കാണുന്നില്ല. അപ്പം ഇന്ദിരാഭവന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അദ്ദേഹം അവിടുത്തെ ഔദ്യോഗിക സ്പോക്സ് പേഴ്സൺ ആണ്. അപ്പൊ പുള്ളി അവിടെ വരുന്നവരെ എല്ലാം വിജയിച്ചു വരുന്ന, അപ്പൊ നമ്മൾ കാണാം, ഷാനിമോൾ ഉസ്മാൻ വരുന്നു, ഷാനിമോൾ ഉസ്മാനെ കെട്ടിപ്പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, അങ്ങനെ പറയാം. രമ്യ ഹരിദാസ് വരുന്നു, അതിനെ ഗാഠാലിംഗനം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ബിന്ദു കൃഷ്ണ വരുന്നു. അപ്പം ബിന്ദു കൃഷ്ണ എടുക്കെ ചെല്ലും. ബിന്ദു കൃഷ്ണ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ബിന്ദു കൃഷ്ണ പാട്ടിൽ പറ്റില്ല എന്ന് പറയുന്നു. ഷേക്കാൻഡ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മളുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ അവര് അനുവദിച്ചാൽ മാത്രം നമുക്ക് ഷേക്കാൻഡ് ചെയ്യാം. ഇതൊരു ഫോർമൽ ഹഗ്ഗിങ് എന്ന് പറയും. ഇപ്പം സാധാരണഗതിയിൽ എല്ലായിടത്തും ഉണ്ടാകാറുള്ളതാണ്. ഇപ്പൊ ഒരു ഫോർമൽ ഹഗ്ഗിങ് എന്ന് പറഞ്ഞാൽ അതൊരു നമ്മളുടെ അടുത്ത് ഹഗ് ചെയ്യാൻ വരുന്ന ആളിന്റെ, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കാണാൻ വരുന്ന ഒരാൾക്ക് കൂടെ തോന്നണം കംഫർട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഫോർമൽ ഹഗ്ഗിങ് പോലും നടത്തേണ്ടത്. അതുപോലെ ഷേക്ക് ഹാൻഡ് എന്ന് പറയുന്ന സാധനത്തിൽ പോലും നമ്മൾ അത്തരത്തിലുള്ള ചില വ്യവസ്ഥകൾ പാലിക്കണം. ഇപ്പൊ ഒരു പ്രത്യേകിച്ച് സ്ത്രീകളോടാവുമ്പോൾ നമുക്ക് എല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ പറയുന്ന എന്താ പറയാ, എല്ലാവന്റെ ബേസിലിന്റെ ഗ്രൂപ്പിലേക്കായിരിക്കും. ഇപ്പൊ നമ്മൾ ഷേക്ക് ഹാൻഡ് ചെയ്യാൻ വരുന്ന സമയത്ത് അവരും നമുക്ക് ഷേക്ക് ഹാൻഡ് ചെയ്യാൻ തയ്യാറാവണം, അത് എസ്പെഷ്യലി ഒരു സ്ത്രീ കൂടിയാവുമ്പോൾ. എന്നാൽ നമ്മൾ കണ്ട കാഴ്ച അങ്ങനെ അല്ല. അവര് ബിന്ദുകൃഷ്ണ വരുമ്പോ ബിന്ദുകൃഷ്ണയോട് സാറിന് അവരെ ഹഗ് ചെയ്യാനായിട്ട്, ഫോർമൽ ഹഗ്ഗിങ്ങിനായിരിക്കാം ഉദ്ദേശം, ഇനി വേറെ എന്താ മനസ്സിലുള്ള നമുക്കറിയില്ല. അപ്പൊ ഫോർമൽ ഹഗ്ഗിങ്ങിനായിട്ട് ചെല്ലുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അവര് തടയുന്നു, വേണ്ട എന്ന് പറയുന്നു. എന്നിട്ടും വിടുന്നില്ല. എന്നിട്ടും അത് ഓക്കെ വേണ്ട എന്ന് പറഞ്ഞ മാറുക എന്നുള്ളതാണ്. പിന്നെ ഒരു സാമാന്യേന ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ മാറുക. ഇതങ്ങനല്ല, ബലമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു പറ്റം ചാനലുകളുണ്ട് അവിടെ. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ അടക്കം അവിടെ ഇന്ദിരാഭവനിൽ തമ്പടിച്ചിരിക്കുക. കാര്യം അവരെ മുഖ്യനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം അവിടെ ഈ നാടകം കാണാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സമയത്താണ് ഈ പണി കാണിക്കുന്നത്. ഒരു തവണ ഹഗ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ വേണ്ട എന്ന് പറയുന്നു. ഷേക്ക് ഹാൻഡിന് അവർ തയ്യാറായിരുന്നു ബിന്ദുകൃഷ്ണ. പക്ഷെ ഷേക്ക് ഹാൻഡ് അല്ല പുള്ളിക്ക് വേണ്ടത്. പുള്ളിക്കൊരു ഇങ്ങനെ ഒന്ന് ഹഗ് ചെയ്യണം. അപ്പൊ അവര് തടയുന്നു. തടഞ്ഞിട്ടും എന്ത് ചെയ്തു, വീണ്ടും ബലമായിട്ട് ഹഗ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് അങ്ങേയറ്റം നിന്ന് നാറിത്തരമാണ്. ഒരു കോൺഗ്രസ്സുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരു ഗുണം അങ്ങനെയാണ്. നമ്മൾ ഇപ്പൊ ഈ അടുത്ത സമയത്ത് നടന്നിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം എടുത്തു വെച്ച് പരിശോധിക്കുമ്പോഴും അവരുടെ ഒരു പൊതു സ്വഭാവ രീതി ആയിരിക്കാം ഈ ചെറിയ ഫിലിപ്പിലൂടെ വ്യക്തമായത് എന്ന് തോന്നുന്നു. കാരണം നമുക്കറിയാം, ഒരു കോൺഗ്രസ് തന്നെ ഇവിടെ തകർന്നടിയുമോ എന്ന് തോന്നിപ്പോയ ഒരു വർഷമായിരുന്നു 2016 എന്ന് പറയുന്ന ഒരു കാലം. 2015 മുതൽ 2016 വരെയുള്ള ഒരു കാലം. 2015 അന്ത്യവാദം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ സമയം മുതൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീ ഇവിടെ കേരളത്തിന് വേണ്ടി ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ വരുന്നു. സോളാർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് സൗരോർജ്ജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രോജക്റ്റ് ആക്കിക്കൊണ്ട് അവര് എല്ലാവരെയും കാണാൻ ചെല്ലുന്നു. സ്വാഭാവികമായി അവർക്ക് ആ പ്രോജക്റ്റ് എങ്ങനെയും നടപ്പിലാക്കണം. മന്ത്രിമാര് അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ കോൺഗ്രസിലെ സമന്നതരായ നേതാക്കന്മാര് എല്ലാവരെയും കണ്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും നടപ്പിലാക്കി കിട്ടുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നീട് ഈ സോളാർ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് തന്നെ പലർക്കും അലർജിയായി മാറി. സോളാർ എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ എന്തോ ചെറിയ കുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്ത വാക്കാക്കി മാറ്റിയവര്. അപ്പം ഇത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വന്നെത്തിയ ഈ സ്ത്രീയെ, ഒരു യുവതി, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ യുവതി, ആ യുവതിയെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ കയ്യിലോട്ട് ആ യുവതി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം നമ്മൾ കണ്ടതാണ്. അതോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ നശിച്ച് വെണ്ണീറായി പോവും എന്ന് ചിന്തിച്ചു പോയി. നമ്മൾ ആലോചിച്ച് നോക്കിയോ, അവര് വന്ന എന്തിനാണ്? അവരുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രോജക്റ്റ് കേരളത്തിൽ നടപ്പിലാക്കുക, അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഫണ്ട് ഇറക്കിക്കുക, ഇതാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ സംഭവിച്ചത് എന്താ? കേരളം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും നാണം കെട്ട ഒരു പരിപാടിയിലേക്കല്ലേ അത് പോയത്, അല്ലെ? പിന്നീട് ആ യുവതിക്ക് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് തന്നെ പീഡിപ്പിച്ചവരുടെ പേര് വിവരങ്ങൾ കത്ത് പോലാക്കി പുറത്തേക്ക് വിടേണ്ട അവസ്ഥയുണ്ടായി. മനസ്സിലായില്ലേ? ഇതുണ്ടായത് ഏത് പാർട്ടി കാരണമാണ്? കോൺഗ്രസ് പാർട്ടി. അതിനകത്ത് KV ഗണേഷ് കുമാർ ഉണ്ടോ ഇല്ലയോ അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. ഇത് ആര് കാരണം ഉണ്ടായതാ? ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കാരുണ്ടായത് കാരണം ഉണ്ടായതാണ്.
ഇന്ന് ഒരു മനുഷ്യന്റെ കല്ലറയിൽ അവിടെ എഴുതി വെച്ചു ഈ മനുഷ്യൻ സത്യമായി നീതിമാനായിരുന്നു എന്ന് പുതുപ്പള്ളി പള്ളിയുടെ പിന്നിലുള്ള ഒരു അല്ലെങ്കിൽ മുറ്റത്തുള്ള ഒരു കല്ലറയുടെ മുകളിൽ എഴുതി വെക്കാൻ കാരണക്കാരായിരുന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്കാരായിരുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരും. ആ മനുഷ്യന്റെ കല്ലറയുടെ മുകളിൽ ഈ മനുഷ്യൻ സത്യമായി നീതിമാനായിരുന്നു. ഒരു മനുഷ്യന്റെ ഗതികേട് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ നേരിടാവുന്നതിൽ ഏറ്റവും വലിയ ഗതികേട് അതല്ലേ? അതായത് ഞാൻ നടക്കുകയാണ്, ഞാൻ വലിയൊരു മാന്യനാണ് കേട്ടോ എന്ന് എന്റെ നെറ്റിക്ക് എഴുതി വെച്ചുകൊണ്ട് ഞാൻ നടക്കുന്നതിന് തുല്യമല്ലേ ആ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ മനുഷ്യനെ കുറിച്ച് എഴുതി വെപ്പിക്കാൻ ഇടയാക്കിയത് ശരിക്കും പറഞ്ഞ ഈ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ? ഈ പറയുന്ന സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ താഴെ വീഴ്ത്തിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഈ ഒരു പരാതി ആദ്യമായി ഉയർന്നു വരുന്നത് KPCC നിന്നാണ്. ഇതിനെ ഈ പ്രതിപക്ഷം ഏറ്റെടുത്തു. അത് പ്രതിപക്ഷം ഏറ്റെടുക്കൂലേ? ആവശ്യമില്ലാതെ എത്ര കേസുകളാണ് ഇപ്പം പിന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും കൂടെ കോടതി വരെ പോയി ഫൈറ്റ് ചെയ്ത് കുളമായി തിരിച്ചു വന്നത്. അപ്പം സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ നമ്മൾ ആലോചിച്ചു എത്ര പേര് ഇപ്പം പിന്നെ LDFിലുള്ള ജോസ് കെ മാണി അടക്കം, ജോസ് കെ മാണിയുടെ പേര്, KC വേണുഗോപാലിന്റെ പേര്, അങ്ങനെ തമ്പാനൂർ, അങ്ങനെ കുറെ പേര്, ദമ്മാന രവി, അങ്ങനെ തുടങ്ങി നിരവധി ആൾക്കാരുടെ പേരാണ് ഈ പറയുന്ന യുവതിയുടെ പരാതിക്കകത്ത് നിന്ന് പുറത്തേക്ക് വന്നത്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്നത് ഒരു വർഗ്ഗഗുണം കാണിച്ചു എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഇപ്പൊ ഇനി പുതുതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരോ ഇതിൽ ഒട്ടും പിന്നിലാണോ? അല്ല. പുതുതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഏറ്റവും ഒരു പ്രക്ഷോഭ് നമ്മൾ ആലോചിച്ച് നോക്കുക. പാലക്കാട് ഒരു യുവതിയായിട്ട് അടുപ്പത്തിലായി, പാവപ്പെട്ട ഒരു യുവതി, ദളിത് യുവതി. ആ കുട്ടി പഠിക്കാനോ ജോലിക്കോ വേണ്ടിയിട്ട് ഇവനോടൊന്ന് കണ്ട് സംസാരിച്ചു പോയി. അവര് വാർഡ് കൗൺസിലറാ. തൊട്ടടുത്ത ദിവസം സംഭവിച്ചെന്താ? ആ പെൺകുട്ടിയുടെ ലൈഫ് ലൈൻ ഇല്ലാണ്ടായി. ആ പെൺകുട്ടിക്ക് പരാതി പറയേണ്ടി വന്നു. പിന്നെ ഇവിടെ നടക്കുന്ന പീഡനത്തെ കുറിച്ച് പുറത്തു പറയേണ്ടി വന്നു. അപ്പോഴും അവൻ പറഞ്ഞു പിന്നെ KC വേണുഗോപാൽ എന്റെ പോക്കറ്റിൽ കിടക്കുകയെന്ന്. അല്ല, VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും എന്റെ പോക്കറ്റിൽ കിടക്കുക, നിനക്ക് പരാതി കൊടുക്കുന്ന കൊടുത്തോളാം. അത്ര ചങ്കൂറ്റത്തോടു കൂടി പാവപ്പെട്ട ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒരുത്തും പറയേണ്ടി വന്നു. അതും കോൺഗ്രസ്സുകാരനാണ്. ആലോചിച്ച് നോക്ക്. ഇവിടെ വേറത്തെ മാന്യതയുടെ മുഖം മൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തല പൊക്കിക്കൊണ്ട് പിന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇട്ടുണ്ട് വരുമല്ലോ. പണ്ട് ഫിലിപ്പീൻസിനെയും തായ്ലാന്റുകാരെയും കൊണ്ട് ലൈക്കും ചെയ്യിച്ച് കെയർ ഇമോജി ഇടിയിച്ചുകൊണ്ട് വീഡിയോ വരുമല്ലോ, ബൂസ്റ്റ് ചെയ്തിട്ട്. ആരാ? രാഹുൽ മാങ്കൂട്ടത്തിൽ. എത്ര പെണ്ണുങ്ങളുടെ പരാതിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പത്തെ ആ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയല്ലേ. തിരുവല്ലയിലെ ഒരു ഹോം സ്റ്റേയിൽ വെച്ച് ആ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയുടെ മുമ്പിൽ എത്തി തിരുവല്ലയിലുള്ള. അപ്പം അവിടെ വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ പീഡന ചരിത്രം കോൺഗ്രസിന് അവകാശപ്പെടാനുണ്ട്. അല്ലാതെ ഈ പറയുന്ന പോലെ ഇപ്പൊ പീഡകന്മാരെ സംരക്ഷിച്ച് പിടിക്കുന്ന പാർട്ടിയാണ് പിന്നെ CPM എന്ന് പറയുന്നത്. പിന്നെ PK ശശി എന്നപ്പോ ആരാ പിടിച്ചു കയറ്റി സീറ്റ് കൊടുത്താരാ? PK ശശി ആയിരുന്നല്ലോ അവിടെ ഏറ്റവും വലിയ ഒരു പിന്നെ വലിയൊരു ആള്, തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട്. എന്നിട്ട് ഇപ്പൊ ഈ PK ശശിയെ പിടിച്ചു നിർത്തിയതാരാ? UDF, കോൺഗ്രസ് അല്ലേ? അപ്പൊ എല്ലാ പീഡകന്മാരും ഒരുമിച്ച് ഒരു നുഖത്തിൽ കെട്ടിയ ഒരു സാധനമാണ് UDF എന്ന് പറയേണ്ടി വരും. പിന്നെ ഞാൻ കുഞ്ഞാലിക്കുട്ടിയിലേക്കൊന്നും പോകുന്നില്ല. അതിനു മുമ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസടക്കമുള്ള കേസുകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിരനിരയായിട്ട് നിൽപ്പുണ്ട്. അത് വേറൊരു കേസ്, അതങ്ങനെ നിൽക്കട്ടെ. പിന്നെ ആര്യാടൻ മുഹമ്മദിന്റെ പാർട്ടി ഓഫീസിൽ വെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചിട്ട് രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി. അപ്പൊ പിന്നീട് അത് കഴിഞ്ഞിട്ട് വന്ന ട്രോളുകളാണ്. ഇനിയിപ്പം കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ ഓഫീസിലേക്ക് പോകുന്ന സ്ത്രീകള് അല്ലെങ്കിൽ അവിടെ അടിച്ചു വരാൻ പോകുന്ന സ്ത്രീകൾ വാക്കത്തിയും ചൂലും കൊണ്ട് വേണം പോകാനെന്ന്. ചൂലിനോടൊപ്പം വാക്കത്തിയാണ്. അടിച്ചു വരാൻ ചൂലും ഇപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വെച്ച് കീറി കൊടുക്കാൻ വേണ്ട വാക്കത്തി ഇതും വേണമെന്നുള്ള ലെവലിൽ വന്നു. അപ്പം ഈ പറയുന്ന ചെറിയാൻ ഫിലിപ്പ് കാണിച്ചത് അത്യന്തം നിന്ദ്യമായ പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. അതായത് ആ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണെന്നേ നമ്മൾ മനസ്സിലാക്കണം. ബിന്ദു കൃഷ്ണ ഒരു സ്ത്രീയാണ്, വ്യക്തിത്വമുള്ള ഒരാളാണ്. അല്ലാതെ വെറുതെ ഒന്നും കയറി വലിഞ്ഞു കയറിയിട്ട് ഇവിടെ നിന്ന് ആരുടെയെങ്കിലും ടിക്കറ്റ് മത്സരിച്ചല്ലോ. ഓരോരുത്തർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഒരു സ്ഥാനാർത്ഥിയോട് നിന്ന് ജയിച്ച് ഭൂരിപക്ഷം നേടിയിട്ടാണല്ലോ അവർ പോകുന്നത്. MLA ആണ്, ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയാണ് ചാനലുകാര് മൈക്ക് ക്യാമറകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഈ രീതിയിൽ ചെറിയാൻ ഫിലിപ്പ് പെരുമാറുന്നത് എത്ര നിന്ദ്യമായ പ്രവൃത്തിയാണ്. ഒരിക്കൽ പാടുണ്ടോ? അവര് പറ്റില്ല എന്ന് പറഞ്ഞാൽ വിട്ടിട്ട് മാറി നിൽക്കേണ്ടതാണ് ഒരു ആണിന്റെ മാന്യത. അതല്ല അവിടെ ചെറിയാൻ ഫിലിപ്പ് കാണിച്ചത്. അപ്പൊ നമുക്ക് പറയേണ്ടി വരും കോൺഗ്രസ്സുകാരുടെ ഒരു പൊതു സ്വഭാവം അല്ലെങ്കിൽ ഒരു പൊതു ഗുണം അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. ഞാൻ അതുകൊണ്ടാണ് സോളാർ കേസ് തന്നെ ഉദാഹരിച്ചു വന്നത്. ഇവിടെ ഒരു സ്ത്രീക്ക് ഒരു പ്രോജക്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ കോൺഗ്രസ്സുകാർ അവരെ ചൂഷണം ചെയ്തതിന്റെ കഥയാണ് പിന്നീട് പുറത്തേക്ക് വരുന്നത്. ഒരു സ്ത്രീ അവര് തലപോഞ്ഞ് ആലോചിച്ചിട്ട് അവർക്കൊരു ബിസിനസ് ആളാണ്, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവരൊരു പ്രോജക്റ്റ്, കൊള്ളാവുന്ന ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇവന്മാരല്ല എന്ത് നീചം വൃത്തികേടാണ് കാണിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പൊ ഇതാണ് പൊതു സ്വഭാവം എന്ന് ചെറിയാൻ ഫിലിപ്പ് വീണ്ടും പരസ്യമായി തെളിയിച്ചു എന്നുള്ളതാണ്. തെറിവിളിയൊക്കെ പല നേതാക്കന്മാരും കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പരസ്യമാക്കി പുള്ളിയെ ശരിക്കും പറഞ്ഞ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കണം. യൂത്തന്മാർ കൂടുതലും അങ്ങനെയൊക്കെ സ്വഭാവ സവിശേഷതയുള്ള ആൾക്കാരാണ്. അപ്പൊ യൂത്തന്മാരുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ എങ്കിലും ആക്കി ചെറിയാൻ ഫിലിപ്പിനെ ഉയർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.